ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8086ൻ്റെ പിൻ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ സിഗ്നൽ ഡിസ്ക്രിപ്ഷനെ പറ്റിയിട്ടാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് 8086ൻ്റെ ആർക്കിടെക്ചർ, അതിൻ്റെ രജിസ്റ്റർ ഓർഗനൈസേഷൻ, അതിൽ ഉള്ള ഡിഫറെൻറ്റ് യൂണിറ്റ്സ്. ഓക്കെ, 8086 ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1978 നമ്മൾ പഠനം. ഓക്കെ, അതൊരു 16-bit മൈക്രോ പ്രോസസ്സറാണ്. അതിൻ്റെ പ്രീവിയസ് പ്രോസസ്സറായ 8085 അപേക്ഷിച്ചിട്ട് അതിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൂടുതലുണ്ട്. ഏതാണ്ട് 20,000 ഇൻസ്ട്രക്ഷൻസ് 8086 അവൈലബിൾ ആണ്. ഇത് സപ്പോർട്ട് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. 8086 ഒരു 40-pin മൈക്രോ പ്രോസസ്സറാണ്. ഡിഫറെൻറ്റ് വേർഷൻസിൽ 8086 അവൈലബിൾ ആണ്. 8086, 8086-1, 8086-2, etc. 8086 microprocessor consists of 29,000 transistors available ആണ്. ഓക്കെ, 8086 8086ൻ്റെ അഡ്രസ് എന്ന് പറയുന്നത് അഡ്രസ് അപ് ടു 1 MB ഓഫ് മെമ്മറി. ഓക്കെ, 8086 16-bit ഡാറ്റയും 20-bit അഡ്രസ് ലൈനുമാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഇതൊക്കെ എങ്ങനെയാണ് 20-bit അഡ്രസ് ലൈൻ വരുന്നതെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് 8086ൻ്റെ സിഗ്നൽ ഡിസ്ക്രിപ്ഷനെ പറ്റിയിട്ടാണ്. ഇതൊരു 14-pin ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇതിൽ 2 മോഡിൽ ഇത് വർക്ക് ചെയ്യും, മാക്സിമം മോഡിലും മിനിമം മോഡിലും. ഓക്കെ, ഈ ഒരു പിന്നിൽ 31 to 24 മുതൽ 31 വരെയുള്ള പിന്ന് ഒഴികെ ബാക്കിയൊക്കെ എന്താണ്, കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മിനിമം മോഡിലും യൂസ് ചെയ്യാം, മാക്സിമം മോഡിലും യൂസ് ചെയ്യാം. 24 to 31 വരെയുള്ള പിന്നുകൾ മിനിമം മോഡിലാണ് അത് വർക്ക് ചെയ്യുന്നതെങ്കിൽ മിനിമം മോഡിൽ മാത്രം യൂസ് ചെയ്യുന്ന കുറച്ച് പിന്നുകളുണ്ട്. മാക്സിമം മോഡിലാണെങ്കിൽ മാക്സിമം മോഡിൽ മാത്രം യൂസ് ചെയ്യും. ഓക്കെ, ബാക്കി എല്ലാ പിന്നും മിനിമം മോഡിലും മാക്സിമം മോഡിലും നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പിന്നുകളാണ്. ഓക്കെ, ഇനി എന്താണ് ഈ മിനിമം മോഡ് അല്ലെങ്കിൽ മാക്സിമം മോഡ്? മിനിമം മോഡിലാണ് ഈ 8086 വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന് ഒരു പ്രോസസ്സറിൽ മാത്രം യൂസ് ചെയ്തിട്ട് എല്ലാ എക്സിക്യൂഷനും പെർഫോം ചെയ്യും. മിനിമം മോഡിലാണെങ്കിൽ സിംഗിൾ പ്രോസസ്സർ ഈസ് അവൈലബിൾ ഫോർ എക്സിക്യൂട്ടിംഗ് ഓൾ പ്രോസസ്സിംഗ്. ഓക്കെ, മാക്സിമം മോഡിലാണെങ്കിൽ മോർ ദാൻ 1 പ്രോസസ്സർ ഈസ് അവൈലബിൾ ഫോർ പ്രോസസ്സിംഗ്. ഓക്കെ, ഇതാണ് മിനിമം മോഡും മാക്സിമം മോഡും തമ്മിലുള്ള ഡിഫറൻസ്. മിനിമം മോഡിലാണെങ്കിൽ ഒരു പ്രോസസ്സറും മാക്സിമം മോഡിലാണെങ്കിൽ ഒന്ന് കൂടുതൽ പ്രോസസ്സേഴ്സും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഈ പിന്നിൽ നമ്മൾ പിന്നിൽ 1 മുതൽ 1 എന്ന് പറയുന്ന പിന്നും 20 എന്ന് പറയുന്ന പിന്നും ഗ്രൗണ്ട് പിന്നാണ്. ഓക്കെ, 40 എന്ന് പറയുന്ന പിന്ന് VCC ആണ്, അതായത് സപ്ലൈ പിന്നാണ്. ഓക്കെ, ഇത് ഗ്രൗണ്ടിന് വേണ്ടിയിട്ടും മറ്റേത് സപ്ലൈക്ക് വേണ്ടിയിട്ടും. ഇനി നിങ്ങൾ ഇതിൽ 15 മുതൽ 2 വരെയുള്ള പിന്ന് AD0 മുതൽ AD14 വരെയുള്ള പിന്ന്, അത് കഴിഞ്ഞിട്ട് AD15 എന്ന് പറയുന്ന പിന്ന്. AD0 to AD15 വരുന്ന പിന്നുകൾ നമ്മൾ അഡ്രസ്സിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യും, ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടും യൂസ് ചെയ്യും. ഓക്കെ, 8086 ഒരു 16-bit ഡാറ്റയാണെന്ന് പറഞ്ഞു, പക്ഷേ 8086 20-bit അഡ്രസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ AD0 to AD15 വരെയുള്ള സിഗ്നൽസ്, അതായത് പിന്ന് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യും? ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടും യൂസ് ചെയ്യും, അഡ്രസ്സിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യും. ഒരു സമയത്ത് അത് ഡാറ്റ ലൈൻസ് ആണെങ്കിൽ അടുത്ത സമയം അത് ഡാറ്റ ലൈൻസായി ആക്ട് ചെയ്യുന്ന സമയത്ത് അഡ്രസ് ലൈൻ ആയിരിക്കില്ല. ഇനി അഡ്രസ് ലൈനായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് ഡാറ്റ അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊരു മൾട്ടിപ്ലക്സിംഗ് ആണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഒരു മൾട്ടിപ്ലക്സർ ആയിട്ട് വയ്ക്കും. മൾട്ടിപ്ലക്സിംഗ് ഓപ്പറേഷൻ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഒരു സമയത്ത് അത് ആ പിന്നെ അഡ്രസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, വേറൊരു സമയത്ത് നമുക്ക് ഡാറ്റയുടെ കേസിൽ ഡാറ്റ പിന്നായിട്ട് യൂസ് ചെയ്യും. ഓക്കെ, കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇനി അഡ്രസ്സിന്റെ കേസിൽ 16-bit അഡ്രസ് ലൈൻ അല്ല. ഓക്കെ, ഇവിടെ നമുക്ക് ഡാറ്റേൻ്റെ കൂടെ 16-bit നമ്മൾ യൂസ് ചെയ്തു, കൂടാതെ ഇനിയും ഉണ്ട് ഒരു ബാക്കിയുള്ള ബിറ്റുകൾ, അത് 20-bit ആണ്. ഇനി 5 ബിറ്റും കൂടെ അഡ്രസ്സിനുമാണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പിന്നുകളാണ് 38, 37, 36 മുതൽ 35 വരെയുള്ള 35 to 38 വരെയുള്ള പിന്ന്. ബാക്കി ഉള്ള അഡ്രസ് ലൈൻസ് A16 to A19 വരെയുള്ള പിന്നുകളായിട്ട് യൂസ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ അത് അഡ്രസ്സിന് വേണ്ടി മാത്രമല്ല, എന്തിനും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റസ് ലൈനായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. S3, S4, S5, S6, S7 S6 വരെയുള്ള പിന്നുകളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ. S0, S3, S4, S5, S6 ഉള്ള പിന്ന് ഇതിന്റെ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. A16 മുതൽ A19 വരെയുള്ള പിന്നിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ 1 ഗ്രൗണ്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നു, 20 ഗ്രൗണ്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നു, 14 പവർ സപ്ലൈക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. AD0 മുതൽ AD15 വരെയുള്ള അഡ്രസ് പിൻ യൂസ് ചെയ്യുന്നത് അഡ്രസ്സിന് വേണ്ടിയിട്ടും ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടും. A16 മുതൽ A19 വരെയുള്ളത് അഡ്രസ്സും സ്റ്റാറ്റസ് ലൈനായ S3, S4, S5, S6 വേണ്ടിയിട്ടും യൂസ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് 8086 സിഗ്നൽസിനെ മൂന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മിനിമം മോഡിൽ യൂസ് ചെയ്യാം, മാക്സിമം മോഡിൽ യൂസ് ചെയ്യാം, പിന്നെ എന്താണ് കോമൺ ഫംഗ്ഷൻ ആയ മിനിമം മോഡിനും മാക്സിമം മോഡും കോമൺ യൂസ് ചെയ്യുന്ന കുറച്ച് പിന്നുകളും ഉണ്ട്. ഓക്കെ, മിനിമം മോഡിൽ സ്പെഷ്യൽ ആയിട്ടുള്ള പിന്നുകളുണ്ട്. ഇത് മിനിമം മോഡിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള പിന്നുകളാണ് ഇവിടെ മുതൽ ഇവിടം വരെ വരുന്നത്. അതുപോലെ മാക്സിമം മോഡിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള പിന്നുകളാണ് ഇവിടെ മുതൽ ഇവിടം വരെ വരുന്നത്. അതുപോലെ മിനിമം മോഡിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിന്നുകളാണ് ഇവിടെ വരുന്നത്. ഇതൊരു മിനിമം മോഡിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഈ പിന്നുകൾക്ക് പകരം ഈ പിന്നുകളായിരിക്കും ഈ പൊസിഷനിൽ വരിക. ഓക്കെ, ഇനി ഒരു 8086ന്റെ ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്, മെഷീൻ സൈക്കിളിൽ 4 ക്ലോക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക, ഒരു മെഷീൻ സൈക്കിളിൽ 4 ക്ലോക്ക് അവൈലബിൾ ആണ്. ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഒരു ബസ് സൈക്കിൾ എന്ന് പറയുന്നത് 4 ക്ലോക്ക് സൈക്കിൾ കൂടി ചേർന്നതാണ്. T1, T2, T3, T4. അതിന്റെ കൂടെ ഒരു വെയിറ്റ് സൈക്കിളും കൂടെ വരും. ചില സമയത്ത് CPU വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ ഒരു വെയിറ്റ് സൈക്കിളും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അതായത് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ 4 ക്ലോക്ക് സൈക്കിളും. ഇത് നമ്മളിവിടെ AD0 to AD15 വരെയുള്ള പിന്നുകൾ നമ്മൾ ഡാറ്റയും അഡ്രസ്സുമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. A19, A18, A17, A16 എന്ന് പറയുന്ന പിന്നുകൾ എന്തായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, അഡ്രസ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റസ് ലൈൻ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, T1ലാണ് ഡ്യൂറിങ് T1 ക്ലോക്ക് സൈക്കിളിലാണ് മെമ്മറി അഡ്രസ് മെമ്മറി ഓപ്പറേഷൻസ് ആക്റ്റീവ് ആവുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഇവിടെ അഡ്രസ്സിന്റെ കൂടെ S3, S4, S5, S6 എന്ന് പറയുന്ന സ്റ്റാറ്റസ് ലൈൻസും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ, ആ സ്റ്റാറ്റസ് ലൈൻ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് 00 ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ഡാറ്റയെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 01 ആണെങ്കിൽ സ്റ്റാക്ക് ഡാറ്റ, ഓൾട്ടർനേറ്റ് ഡാറ്റ എന്ന് പറയുന്നത് എക്സ്ട്രാ സെഗ്മെന്റ്. ഓക്കെ, 10 ആണെങ്കിൽ കോഡ് സെഗ്മെന്റ്, 11 ആണെങ്കിൽ ഡാറ്റ സെഗ്മെന്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 00 ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ഡാറ്റ, 101 ആണെങ്കിൽ സ്റ്റാക്ക് സെഗ്മെന്റ്, 10 ആണെങ്കിൽ കോഡ് സെഗ്മെന്റ്, 11 ആണെങ്കിൽ ഡാറ്റ സെഗ്മെന്റ്. ഇനി അടുത്ത് ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. പറഞ്ഞുകൊണ്ടിരുന്നത് 8086ന്റെ പിൻ ഡിസ്ക്രിപ്ഷനെ പറ്റിയിട്ടായിരുന്നു. അതിൽ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞതാണ്. പിൻ ഡിസ്ക്രിപ്ഷനിൽ കുറേ 40 പിന്നാണുള്ളത്. അതിൽ കുറച്ച് പിന്നിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. AD0 മുതൽ AD15 വരെയുള്ള പിന്ന് അഡ്രസ്സിന് വേണ്ടിയിട്ടും ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ AD16 മുതൽ 19 വരെയുള്ള പിന്ന് അഡ്രസ്സിന് വേണ്ടിയിട്ടും കൂടാതെ S3, S4, S5, S6 പിന്നായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ രണ്ട് കേസിലും ഒരു മൾട്ടിപ്ലക്സറിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. ഡാറ്റ ലൈൻസ് ആണെങ്കിൽ ആ സമയത്ത് AD0 to AD15 എന്ന് പറയുന്ന ലൈന് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അല്ലാത്ത കേസിൽ അത് അഡ്രസ്സിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ VCC എന്ന് പറയുന്ന പിന്നിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഗ്രൗണ്ട് പറഞ്ഞു, 2 ഗ്രൗണ്ട് ഉണ്ടാവും. ഇത്രയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അത് കൂടാതെ S3 and S4നെ പറ്റിയിട്ടും പറഞ്ഞു. S3 and S4 പിന്ന് 00 ആണെങ്കിൽ ആ പിന്നിലെ വാല്യൂ 00 ആണെങ്കിൽ ഡാറ്റ ആയിരിക്കും, അതായത് ഡാറ്റ സെഗ്മെന്റ് എന്താണ് എക്സ്ട്രാ സെഗ്മെന്റിനെ ആയിരിക്കും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 01 ആണെങ്കിൽ സ്റ്റാക്ക് സെഗ്മെന്റ്, 10 ആണെങ്കിൽ കോഡ് സെഗ്മെന്റ്, 11 ആണെങ്കിൽ ഡാറ്റ സെഗ്മെന്റ്. ഓക്കെ, ആ S3, S4ന്റെ വാല്യൂ 01 അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഇനി അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെയാണ് നിർത്തിയത്. ചില സിഗ്നൽസിന് മുകളിലൊരു ബാർ കാണാം. അങ്ങനെയാണെങ്കിൽ ആ സിഗ്നൽസ് ആക്റ്റീവ് ലോ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ലോയിലായിരിക്കും അത് ആക്റ്റീവ് ആവുക. ഓക്കെ, ആക്റ്റീവ് ഹൈ ആണെങ്കിൽ അത് 1 ആയിരിക്കും, അതായത് ജസ്റ്റ് അതിൻ്റെ മേലെ ബാറൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ആ സിഗ്നൽസ് ആക്റ്റീവ് ഹൈ ആണ്. അതായത് അത് എപ്പോഴും അതിൻ്റെ ആക്റ്റീവ് ആവുക എന്താണ് 1, അതായത് എന്താണ് 1 എന്ന് പറയുന്ന ഒരു ഹൈ ഇതിലായിരിക്കും അത് ആക്റ്റീവ് ആവുക.
ആക്റ്റീവ് ലോ ആണെങ്കിൽ ലോയിലായിരിക്കും അതിൻ്റെ ആക്റ്റീവ് ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് BHE/S7, അതായത് ബസ് ഹൈ ഇനാബിൾ സിഗ്നലിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ബസ് ഹൈ ഇനാബിൾ സിഗ്നൽ, BHE സിഗ്നൽസ് ഒരു ആക്റ്റീവ് ലോ സിഗ്നലാണ്, അതായത് BHE ബാർ ആണ്. ഓക്കെ, ഈ BHE ബസ് ഹൈ ഇനാബിൾ സിഗ്നൽസ് A0 എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് A0 എന്നുള്ളത് പിന്നെ പറയാം. ഇതിൽ നമ്മുടെ പിൻ ഡിസ്ക്രിപ്ഷനിൽ BHE എന്നൊരു പിന്ന് നിങ്ങൾ കാണാം. ഇതവിടെ കണ്ടോ, BHE/S7 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 34 എന്ന് പറയുന്ന ഈ പിന്നിൽ BHE എന്ന് പറയുന്ന സിഗ്നൽസും ഉണ്ട്, S7 എന്ന് പറയുന്ന പിന്നും ഒരുമിച്ചാണ് യൂസ് ചെയ്യുന്നത്. അതായത് അത് രണ്ടും മൾട്ടിപ്ലക്സ് ഒരു അറ്റ് എ ടൈം ഒന്നായിട്ട് മാത്രമേ അത് ആക്റ്റീവ് ആവും. ഒന്നുകിൽ S7 അല്ലെങ്കിൽ എന്താണ് BHE സിഗ്നൽസ് ആയിട്ടാണ് അത് ആക്റ്റീവ് ചെയ്യുന്നത്. ഓക്കെ, ഈ BHE സിഗ്നൽസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, BHE സിഗ്നൽസ് യൂസ് ചെയ്യുന്നത് A0 എന്ന് പറയുന്ന ഒരു എന്താണ് ഇത് സിഗ്നൽസിന്റെ കൂടെയാണ് അത് യൂസ് ചെയ്യുന്നത്. ആ സിഗ്നൽസ് ഇതിൽ വരുന്നില്ല, ഈ ഒരു പിന്നിൽ വരുന്നില്ല. A0ന്റെ കൂടെയാണ് ബസ് ഹൈ ഇനാബിൾ സിഗ്നൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ബസ് ഹൈ ഇനാബിൾ സിഗ്നലും A0നെ പറ്റിയിട്ട് നമ്മൾ ഫിസിക്കൽ മെമ്മറി ഓർഗനൈസേഷനിൽ കുറച്ചും കൂടെ പറയുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ബസ് ഹൈ ഇനാബിൾ സിഗ്നൽസ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയാം. ഓക്കെ, ബസ് ഹൈ ഇനാബിൾ സിഗ്നൽസ് A0വും രണ്ടും ഒരുമിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുക. BHEന്റെ സിഗ്നൽസ് 00, BHEയും A0 00 ആണെങ്കിൽ ഹോൾ വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡാറ്റ എന്ന് പറയുന്നത് 16 ബിറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2 വേർഡാണ്. ഒരു വേർഡിന്റെ സൈസ് എത്രയാണ്? 1 ബൈറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ബിറ്റ്. ഓക്കെ, അതൊക്കെ അറിഞ്ഞിരിക്കണം. അതായത് അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഒരു വേർഡ് എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്, അതായത് 1 ബൈറ്റ്. ഓക്കെ, 2 വേർഡ് എന്ന് പറയുന്നത് 16 ബിറ്റ് ആണ്, 2 ബൈറ്റ് ആണ്. നമ്മുടെ മൈക്രോ പ്രോസസ്സർ 16 ബിറ്റ് ഡാറ്റയാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ എത്ര വേർഡ് ഉണ്ടാവും അതിൽ? 2 വേർഡ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ BHE സിഗ്നൽസും A0യും കൂടെ 000 ആണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് കംപ്ലീറ്റ് വേർഡ് ട്രാൻസ്ഫർ ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. അതായത് നമ്മളിപ്പോൾ മെമ്മറിയിൽ നിന്നൊരു ഒരു 2 ബൈറ്റ് ഡാറ്റയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് അവിടെ നടക്കുന്നത്. അത് എവിടേക്കാണെന്നൊന്നുമില്ല, അത് മെമ്മറിയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് അവിടെ നടക്കുന്നത്. അതായത് ഹോൾ വേർഡിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, 01 ആണെങ്കിൽ അപ്പർ ബൈറ്റ്. ഓക്കെ, അതായത് അപ്പർ ബൈറ്റിനെ 01 ആണെങ്കിൽ അപ്പർ ബൈറ്റ്, അതായത് 2 ബൈറ്റ് ഡാറ്റയുടെ അപ്പർ ബൈറ്റിനെ മാത്രമായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. 10 ആണെങ്കിൽ 2 ബൈറ്റ് ഡാറ്റയുടെ ലോവർ ബൈറ്റിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, 11 ആണെങ്കിൽ ഒരു ഓപ്പറേഷൻസും നടക്കുന്നില്ല. അതായത് BHE സിഗ്നൽ 1ഉം A0 സിഗ്നൽ 1ഉം ആണെങ്കിൽ അവിടെ ഒരു ഓപ്പറേഷൻ നടക്കുന്നില്ല. 00 ആണെങ്കിൽ കംപ്ലീറ്റ് വേർഡിനെയും അതായത് കംപ്ലീറ്റ് ഡാറ്റേനെയും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. 01 ആണെങ്കിൽ അപ്പർ ബൈറ്റിനെ മാത്രം, 10 ആണെങ്കിൽ ലോവർ ബൈറ്റിനെ മാത്രം, 11 ആണെങ്കിൽ ഒരു ബൈറ്റിനെയും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഇതൊക്കെ മെമ്മറിയിൽ നിന്നാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, ആ മെമ്മറി ഫിസിക്കൽ മെമ്മറി ഓർഗനൈസേഷൻ തൊട്ടടുത്ത ടോപ്പിക്കാണ്. അത് പറയുമ്പോൾ കുറച്ചുകൂടെ BHEയുടെ മനസ്സിലാവും. ഇപ്പോൾ ഈ പിന്നിന്റെ ഈ ഡിസ്ക്രിപ്ഷൻ മാത്രം മനസ്സിലാക്കുക. ബസ് ഹൈ ഇനാബിൾ സിഗ്നൽസ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വേർഡ് ട്രാൻസ്ഫർ ചെയ്യാൻ, അതായത് ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് BHE സിഗ്നൽസ്. അത് ഹൈ ആണോ ലോ ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ഓപ്പറേഷൻസ് ആണ് ഇപ്പോൾ നമ്മുടെ മൈക്രോ പ്രോസസ്സർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. BHE സിഗ്നൽ 00 ആണെങ്കിൽ BHEയും A0 00 ആണെങ്കിൽ ഡാറ്റ ഹോൾ വേൾഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് റീഡ് സിഗ്നൽസ്. റീഡ് ഒരു ആക്റ്റീവ് ലോ സിഗ്നലാണ്. റീഡ് സിഗ്നൽസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ indicate the peripheral that the process is performing memory or IO read operation. അതായത് റീഡ് സിഗ്നൽ ഒന്നുമില്ല. റീഡ് സിഗ്നൽസ്, റീഡ് എന്ന് പറയുന്ന ഒരു പിന്നെ നമ്മുടെ 8086 ഉണ്ട്. ആ റീഡ് എന്ന് പറയുന്ന പിന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു റീഡ് ഓപ്പറേഷൻ ആയിരിക്കും. റീഡ് ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സർ CPU റീഡ് ചെയ്യുന്ന ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റീഡ് സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ മെമ്മറിയിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ എന്തായിരിക്കാം IO, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്നായിരിക്കും റീഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ IO റീഡ് ഓപ്പറേഷൻ ആയിരിക്കും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് റീഡ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് റെഡി സിഗ്നൽസ്. റെഡി സിഗ്നൽസ് യൂസ് ചെയ്യുന്നത് acknowledgement from the slow devices or memory that they have completed the data transfer.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സറുമായിട്ട് എന്താണ് അതർ പെരിഫറൽ ഡിവൈസസ് ഒക്കെ ആയിട്ട് അതർ പെരിഫറൽ ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതർ പെരിഫറൽ ഡിവൈസസ് ഒക്കെ CPU-ന്റെ അത്ര സ്പീഡൊന്നുമില്ല, അതൊക്കെ സ്ലോ ഡിവൈസസ് ആണ്. ഓക്കെ, മെമ്മറി ഒക്കെ കണക്ട് ചെയ്യുന്ന എന്താണ് മെമ്മറിയും ഈ അതർ പെരിഫറൽ ഡിവൈസസ് ഒക്കെ എന്താണ് കമ്പയർ ടു എന്താണ് CPU-ന്റെ സ്പീഡിനെക്കാട്ടും കുറവായിരിക്കും. റെഡി സിഗ്നൽസ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പെരിഫറൽസിലോട്ട് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ഒക്കെ നടന്ന് അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡാറ്റ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുന്ന ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ മെമ്മറി ഒരു ഡാറ്റ CPU-ലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ഓക്കെ, അല്ലെങ്കിൽ പെരിഫറൽ ഡിവൈസ് ഒരു ഡാറ്റ CPU-ലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതായത് ആ ഡാറ്റ കംപ്ലീറ്റ് ആയി, ഞാനിപ്പോൾ ഒരു ഡാറ്റ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ എൻ്റെ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ആയി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റെഡി സിഗ്നൽസ്. അതായത് ഞാനിപ്പോൾ എൻ്റെ ഇപ്പോൾ കറൻ്റ് ഉള്ള ആ ഡാറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്ത് ഞാനിപ്പോൾ വേറെ അടുത്ത ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റെഡി സിഗ്നൽസ്. CPU-നെ അറിയിക്കുകയാണ്, ആര് പ്രോസസ്സർ CPU-നെ ആരെ അറിയിക്കുകയാണ്, സ്ലോ ഡിവൈസസ് ആയ പെരിഫറൽസോ അല്ലെങ്കിൽ മെമ്മറിയോ അറിയിക്കുകയാണ് CPU എന്താണ് ഇപ്പോൾ ഉള്ള എൻ്റെ ആക്ടിവിറ്റീസ് കഴിഞ്ഞു, ഞാൻ ഇനി അടുത്ത ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് റെഡിയാണ്. അതായത് CPU-ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റെഡി സിഗ്നൽസ്. അത് CPU-ന് ഒരു അക്നോളജ്മെന്റ് കൊടുക്കലാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഉള്ള കറന്റ് ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻസ് നടന്നു കഴിഞ്ഞു, മെമ്മറി ആണെങ്കിലോ അല്ലെങ്കിൽ അതർ പെരിഫറൽ ഡിവൈസസ് കൂടെയുള്ള ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു, ഇനി ഞാൻ വേറൊരു ഓപ്പറേഷൻ CPU-ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റെഡി സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ആക്റ്റീവ് ഹൈ സിഗ്നൽസ് ആണ്. ഇനി നെക്സ്റ്റ് അടുത്ത രണ്ട് INTR ആൻഡ് NMI. INTR എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് മാസ്കബിൾ ഇൻട്രപ്റ്റ്. INTR എന്ന് പറയുന്നത് മാസ്കബിൾ ഇൻട്രപ്റ്റ് പിന്നും NMI എന്ന് പറയുന്നത് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് പിന്നുമാണ്. 17-ഉം 18-ഉം ആണ് വരുന്നത്. പിൻ നമ്പർ ഒന്നും അങ്ങനെ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങൾ ഇത് ഇത്രയൊക്കെ എഴുതുന്നുണ്ട് പിൻ ഡിസ്ക്രിപ്ഷനിൽ, അങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ട. കാരണം എന്താണ് ഈ BHE സിഗ്നൽസിനൊക്കെ പറഞ്ഞതുപോലെ അതൊക്കെ പിന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് BHE സിഗ്നൽസ്, അതിൻ്റെ ആ ടേബിളിൻ്റെ സംഭവം മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇനി അടുത്ത പിന്നെ 17, 18 ആണ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റും മാസ്കബിൾ ഇൻട്രപ്റ്റ് പിന്നാണ്. നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റും എന്താണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് NMI പിന്നാണെങ്കിൽ, NMI പിന്നെ ഹൈ ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, എന്തോ ഒരു ഇൻട്രപ്റ്റ് വന്നിട്ടുണ്ട്. നോൺ മാസ്കബിൾ ആയിട്ടുള്ള എന്തോ ഒരു ഇൻട്രപ്റ്റ് പെരിഫറൽ ഡിവൈസസിനോ അല്ലെങ്കിൽ വേറെ എവിടുന്നോ വന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രോസസ്സർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഓപ്പറേഷൻസ് അവിടെ നിർത്തിവെച്ചേ പറ്റൂ. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ഇൻട്രപ്റ്റ് സർവീസ് നമ്മൾ ചെയ്യണം. അതായത് എന്താണോ ഇൻട്രപ്റ്റ് വന്നിരിക്കുന്നത് ആ ഇൻട്രപ്റ്റിന്റെ കാര്യങ്ങൾ ചെയ്തതിനു ശേഷം മാത്രമേ ഇപ്പോൾ ഉള്ള പ്രോസസ്സറിന്റെ ആക്ടിവിറ്റി ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് പിന്നെ ഹൈ ആയാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് പിന്നെ ഹൈ ആണെങ്കിൽ പ്രോസസ്സർ ആ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, അതിനെ അവിടെ മാറ്റി വെക്കാൻ പാടില്ല. പറഞ്ഞതുപോലെ പ്രിൻസിപ്പളോ HOD വരുവാണെങ്കിൽ നിങ്ങളെ ആക്ടിവിറ്റീസ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അവരെന്താണോ പറയുന്നത് അത് കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ. അതാണ് NMI പിൻ. ഇനി അടുത്തത് മാസ്കബിൾ ഇൻട്രപ്റ്റ് പിന്നാണ് INTR, ഇൻട്രപ്റ്റ് റിക്വസ്റ്റ്. അതും എന്താണ്, അതർ ഏതെങ്കിലും പെരിഫറൽ ഡിവൈസ് എന്നായിരിക്കും ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് വരുന്നുണ്ടാവുക. അതായത് എന്തോ കാര്യം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പെരിഫറൽസ് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് തരാം. അപ്പൊ അത് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ആണ്. ആ മാസ്കബിൾ ഇൻട്രപ്റ്റ് ആണെങ്കിൽ ആ വന്ന ഇൻട്രപ്റ്റിനെ നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. പക്ഷെ ചില കേസിൽ ആ ഇൻട്രപ്റ്റിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ആ കേസാണ്, അതായത് ഇപ്പോൾ ഒരു അതായത് മാസ്കബിൾ ഇൻട്രപ്റ്റ് വന്നു എന്ന് വിചാരിക്കുക. അതായത് INTR ഒരു INTR പിന്നെ ഹൈ ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ INTR ഹൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സർ എന്തും കൂടെ ചെക്ക് ചെയ്യും, S5 എന്ന് പറയുന്ന ഒരു പിന്നും കൂടെ ചെക്ക് ചെയ്യും. നമ്മളെ പിൻ ഡിസ്ക്രിപ്ഷനിൽ S3, S4, S5, S6 ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ S3ഉം S4ഉം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി S5 പിന്നെ കൂടെ ചെക്ക് ചെയ്യും. S5 പിന്നിന്റെ സ്റ്റാറ്റസും കൂടെ ചെക്ക് ചെയ്യും. S5 പിന്നിന്റെ സ്റ്റാറ്റസ് 1 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോസസ്സർ ആ റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്തേ പറ്റൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്കബിൾ ആണെങ്കിൽ കൂടെ അതിനെ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഇൻട്രപ്റ്റ് വന്നു, മാസ്കബിൾ ഇൻട്രപ്റ്റ് വന്നു, എന്നിട്ട് എന്ത് ചെക്ക് ചെയ്ത് S5 പിന്നിനെ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ S5 പിന്നിന്റെ സ്റ്റാറ്റസ് 0 ആണെങ്കിൽ പ്രോസസ്സർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഇൻട്രപ്റ്റിനെ മാസ്ക് ചെയ്യാം. ഓക്കെ, മാസ്കബിൾ ഇൻട്രപ്റ്റിൽ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. എന്താണ്, മാസ്കബിൾ ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് S5 പിന്നിന്റെ സ്റ്റാറ്റസും കൂടെ ചെക്ക് ചെയ്യും.
ആ SY പിന്നിന്റെ സ്റ്റാറ്റസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആണ് എന്ത് അത് മാസ്ക് ചെയ്യണോ അല്ലെങ്കിൽ അത് ആ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടിൻ ആക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് ആണെങ്കിൽ അവിടെ വേറൊന്നും ചിന്തിക്കില്ല, എന്താണ് അത് ആ ഒരു സർവീസ് ആക്സെപ്റ്റ് ചെയ്തേ പറ്റും. ഇതാണ് മാസ്കബിൾ നോൺ മാസ്കബിൾ പിൻ, INTR പിന്നും NMI പിന്നും. ഇനി നെക്സ്റ്റ് ഇതാണ് ടെസ്റ്റ് പിൻ. ടെസ്റ്റ് പിൻ എന്ന് പറയുന്നത് നമ്മളിനി ഇൻസ്ട്രക്ഷൻസ് പഠിക്കാൻ പോകുന്നുണ്ട് 8086 ടെസ്റ്റ് പിന്നെ എക്സാമിൻ ചെയ്യുന്നത് വെയിറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനെയാണ്. നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ അങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ആഡ്, മള്ള്, മൂവ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിൽ ടെസ്റ്റ് പിന്നെ ടെസ്റ്റ് ചെയ്യുന്നത് വെയിറ്റ് ഇൻസ്ട്രക്ഷൻ എക്സാമിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ടെസ്റ്റ് അതിനെ ടെസ്റ്റ്, അതായത് ഒരു വെയിറ്റ് ഇൻസ്ട്രക്ഷന്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ആര് ചെയ്യുന്നത്, ടെസ്റ്റ് പിന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആക്റ്റീവ് ലോ ആണ്. അതായത് ടെസ്റ്റ് പിന്നെ ഇൻപുട്ട് ലോ ആണെങ്കിൽ എക്സിക്യൂഷൻ കണ്ടിന്യൂ, ഇപ്പോൾ പ്രോസസ്സർ ചെയ്യുന്ന എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്തോ എന്നിങ്ങനെ പറഞ്ഞു, കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറയും. ഓക്കെ, ഇനി അല്ല ടെസ്റ്റ് പിന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ എന്ത് ചെയ്യണം, പ്രോസസ്സർ ഐഡിയൽ സ്റ്റേറ്റിലോട്ട് പോയി എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, പ്രോസസ്സർ ഇപ്പോൾ ഐഡിയൽ സ്റ്റേറ്റിലാണ് ഉള്ളതെന്നാണ് അതിന്റെ മീനിങ്. ടെസ്റ്റ് പിന്നെ ആക്റ്റീവ് ഹൈ ആണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് എന്താണ്, ഇപ്പോൾ പ്രോസസ്സർ എന്താണ് ഐഡിയൽ സ്റ്റേറ്റിൽ, അതൊന്നും ചെയ്യാതൊരു സ്റ്റേറ്റിലാണെന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഓക്കെ, ടെസ്റ്റ് പിന്നെ ലോ ആണെങ്കിൽ എന്താണ് എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്തോളാണ്. പിന്നെ എന്താണ് ടെസ്റ്റ് പിന്നെ ഹൈ ആണെങ്കിൽ എന്താണ് അത് ഐഡിയൽ സ്റ്റേറ്റിലാണ് പ്രോസസ്സർ ഉള്ളതെന്നാണ് അതിനൊരു മീനിങ്. ഓക്കെ, ടെസ്റ്റ് ചെയ്യാണ് പ്രോസസ്സറിന്റെ ഇത്, അതായത് പ്രോസസ്സറിന്റെ സ്റ്റാറ്റസ് ടെസ്റ്റ് ചെയ്യണം. അതായത് അതിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ എന്താണ് ഐഡിയൽ സ്റ്റേറ്റിലാണോ അതൊന്നും വർക്ക് ചെയ്യാത്ത കണ്ടീഷനിലാണോ എന്ന് ടെസ്റ്റ് ചെയ്യാണ് ടെസ്റ്റ് പിന്നിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾ ടെക്സ്റ്റിൽ നിങ്ങൾ ക്ലോക്ക് സൈക്കിൾ T0 T1 എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ഒക്കെ വരും. അതൊന്നും ഇവിടെ മെൻഷൻ ചെയ്യേണ്ട. നിങ്ങൾ ജസ്റ്റ് പിൻ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ പിൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആ ക്ലോക്ക് T0ലാണ് ഇത് ആക്റ്റീവ് അല്ലെങ്കിൽ T1ലാണ് ഇത് ആക്റ്റീവ്, ആ കാര്യങ്ങളൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 8086 ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് മെഷീൻ സൈക്കിൾ 1 മെഷീൻ സൈക്കിളാണ്. അത് തന്നെ 4 ക്ലോക്ക് സൈക്കിൾ വരുന്നുണ്ട്, T1 T2 T3 T4, പിന്നെ ഒരു വെയിറ്റ് സൈക്കിളും കൂടെ വരുന്നുണ്ട്. അത് ജനറൽ ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കുക, ബാക്കി നമ്മൾ അത് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഈ കേസിലൊക്കെ എന്ത് പഠിച്ചാൽ മതി, ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി പിൻ ഡിസ്ക്രിപ്ഷനിൽ. അപ്പൊ തന്നെ ഒരു 8 മാർക്കിനുള്ള സംഭവങ്ങൾ ഇതിലുണ്ട് വരച്ചിട്ട് എഴുതാൻ. അപ്പൊ കൂടുതൽ അങ്ങ് ക്ലോക്ക് 0 ഇതാണ് അതാണെന്ന് പറയണ്ട. ഇനി അടുത്തത് റീസെറ്റ് പിൻ. പേര് തന്നെ ഉണ്ട് റീസെറ്റ് പിൻ എന്തിനാണുള്ളത്. അതായത് റീസെറ്റ് പിന്നെ യൂസ് ചെയ്യുന്നത്, റീസെറ്റ് പിന്നെ ഹൈ ആണെങ്കിൽ എന്താ മീൻ, ഇപ്പോൾ ഉള്ള കറന്റ് ആക്ടിവിറ്റീസിനൊക്കെ ടെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. എല്ലാത്തിനെയും റീസെറ്റ് ചെയ്തോളൂ. റീസെറ്റ് പിന്നെ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനെയും റീസെറ്റ് ചെയ്യും. അതാണ് റീസെറ്റ് പിൻ. ഓക്കെ, ക്ലോക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതായത് നമ്മളെ അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയാൻ പോകുന്നുള്ളൂ. അതായത് ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്, നമ്മളെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത് 4 ക്ലോക്ക് സൈക്കിൾ കൂടി ചേർന്നതാണ്. അതിൽ T1 T2 T3 T4 ഉണ്ട്, പിന്നെ TW ഉണ്ട്, വേവ് സിഗ്നൽസും ഉണ്ട്. അതൊക്കെ നമുക്ക് പറയാം. ക്ലോക്ക് സിഗ്നൽസും 8086 ഒരു പിന്നായിട്ട് വരുന്നതാണ്. ഓക്കെ, ക്ലോക്ക്. ഇനി VCCന്റെ കാര്യം പറഞ്ഞു, നമ്മൾ പവർ കൊടുക്കുന്നതാണ്, +5 പവർ സപ്ലൈ ആണ് യൂസ് ചെയ്യുന്നത്. ഗ്രൗണ്ട് സിഗ്നൽസിന്റെ കാര്യവും പറഞ്ഞതാണ്. അതൊക്കെ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും പറഞ്ഞ ഒരുപാട് പിന്ന്, നമ്മളിപ്പോൾ ഒരുപാട് പിന്നിനെ പറ്റി ഇവിടെ ഡിസ്കസ് ചെയ്തു. അതായത് ഗ്രൗണ്ട് സിഗ്നൽസ് AD0 മുതൽ AD15 വരെ, NMI പിന്ന്, INTR പിന്ന് 17, 18, 19 ക്ലോക്ക് സിഗ്നൽ, 20 ഗ്രൗണ്ട് സിഗ്നൽസ്, പിന്നെ VCC, AD15, AD16, AD17, S3 S5 നമ്മൾ പറഞ്ഞു. S5 എന്തിനാണെന്ന് പറഞ്ഞു, S6 S7 പറഞ്ഞിട്ടില്ല, അതവിടെ നിൽക്കട്ടെ. A19, BHE, ഇത്രയും പിന്നെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത്രയും പിന്നിനെ പറ്റിയിട്ട് റീഡ് സിഗ്നൽസിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇതിലിനി പറയാൻ ബാക്കിയുള്ള സിഗ്നൽസ് ഇവിടെ മുതൽ, പിന്നെ ടെസ്റ്റ് സിഗ്നൽസിനെ പറ്റി പറഞ്ഞു 23ാമത്തെ പിന്നില്, പിന്നെ റെഡി സിഗ്നൽസിനെ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ ബാക്കിയുള്ള കുറച്ച് പിന്നുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ MN ബാർ MX എന്ന് പറയുന്ന പിന്നും നമ്മൾ പറയാൻ ബാക്കിയുണ്ട്. എന്താണ് ഈ MN ബാർ MX? ഞാൻ പറഞ്ഞു 8086 40 പിന്നുള്ളതിൽ കുറച്ച് പിന്നുകൾ മിനിമം മോഡ് ഓപ്പറേഷന് വേണ്ടിയിട്ടും ബാക്കി കുറച്ച് പിന്നുകൾ മാക്സിമം മോഡ് ഓപ്പറേഷൻസ് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ പിന്നും കോമൺ ആണ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്രയും പിന്നുകൾ എല്ലാം കോമൺ ആണ്. എന്തിനു വേണ്ടിയിട്ടും മിനിമം മോഡിനും മാക്സിമം മോഡിനും കോമൺ ആയിട്ടാണ് ഇത്രയും പിന്നുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മിനിമം മോഡ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിനിമം മോഡ് എന്താണ്? മിനിമം മോഡ് എക്സിക്യൂഷനിൽ ഒരു പ്രൊസസ്സർ മാത്രമേ ഉണ്ടാവൂ. മാക്സിമം മോഡിൽ എന്താണ്, ഒന്ന് കൂടുതൽ പ്രൊസസ്സർ ഉണ്ടാവും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് മിനിമം മോഡും മാക്സിമം മോഡും തമ്മിലുള്ള
ഡിഫറൻസ്, അതായത് ഏറ്റവും എന്താണ് ആദ്യം പറയുന്ന ഡിഫറൻസ്. മിനിമം മോഡ് ഓപ്പറേഷൻസ് എന്താണെന്ന് പറയാം, ഡീറ്റെയിൽ ആയിട്ട് ഉണ്ട് നിങ്ങളുടെ സിലബസിൽ. മാക്സിമം മോഡും ഉണ്ട്. ഇപ്പൊ എന്താണ് മിനിമം മോഡിൽ ഒരു പ്രൊസസ്സറും മാക്സിമം മോഡിൽ ഒന്ന് കൂടുതൽ പ്രൊസസ്സറും ഉണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞിരിക്കുന്ന പിന്നുകളൊക്കെ കോമൺ ആണ്. മിനിമം മോഡിലും നമുക്ക് യൂസ് ചെയ്യാം, മാക്സിമം മോഡിലും യൂസ് ചെയ്യാം. ഇനി പറയുന്ന പിന്നുകൾ മിനിമം മോഡ് ഓപ്പറേഷൻസിന് മാത്രം യൂസ് ചെയ്യുന്ന കുറച്ച് പിന്നുകളുണ്ട്, മാക്സിമം മോഡ് ഓപ്പറേഷന് മാത്രം യൂസ് ചെയ്യുന്ന കുറച്ച് പിന്നുകളുണ്ട്. ഓക്കെ, ഈ MN ബാർ ഈ 33 എന്ന് പറയുന്ന പിന്നിലുള്ള MN ബാർ MX എന്താ ഡിനോട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, MN ബാർ MXന്റെ വാല്യൂ 0 ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ 8086 എന്തിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, മിനിമം മോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. MN ബാർ MX ഹൈ ആണെങ്കിൽ 1 ആണെങ്കിൽ എന്താണ് ഈ പ്രൊസസ്സർ ഏത് മോഡിലാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്, മാക്സിമം മോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, MN ബാർ MX 0 ആണെങ്കിൽ അത് മാക്സിമം മോഡിലും, MN ബാർ MX 1 അത് മിനിമം മോഡിലുമാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കാരണം എന്താണ്, MN ആക്റ്റീവ് ഹൈയും MX ആക്റ്റീവ് ലോ ആണ്. അപ്പൊ MN ഈ പിന്നെ 1 ആണെങ്കിൽ അത് മിനിമം മോഡിലും, 0 ആണെങ്കിൽ അത് മാക്സിമം മോഡിലും ആണ്. ഓക്കെ, മിനിമം മോഡിലാണെങ്കിൽ ഇത്രയും പിന്നുകൾ കൂടെ ആക്റ്റീവ് ആയിരിക്കും. മാക്സിമം മോഡിലാണെങ്കിൽ എന്താണ്, നമ്മൾ പഠിച്ച പിന്നിന്റെ കൂടെ ഇത്രയും പിന്നുകളും കൂടെ ആക്റ്റീവ് ആയിരിക്കും. ആ സമയത്ത് മിനിമം മോഡിന്റെ പിൻ ആക്റ്റീവ് ആയിരിക്കില്ല. മാക്സിമം മോഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മിനിമം മോഡ് പിന്നെ ലോ ആയി, അതായത് ഇനാക്റ്റീവ് ആയിരിക്കും. മിനിമം മോഡിലാണ് ആ പ്രൊസസ്സർ ആക്റ്റീവ് അതായത് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ മാക്സിമം മോഡിന്റെ പിന്നെ എന്തായിരിക്കും, ഇനാക്റ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള മാക്സിമം മോഡ് പിന്നും മിനിമം മോഡ് പിന്നിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഇനി മിനിമം മോഡ് ഓപ്പറേഷനിലെ പിൻ ഡിസ്ക്രിപ്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. മിനിമം മോഡ് ഓപ്പറേഷനിലുള്ള ഓക്കെ, അതില് റൈറ്റ് സിഗ്നൽ കാണാം, WR എന്ന് പറയുന്ന ഒരു സിഗ്നൽ കാണാം. അത് നമ്മൾ നേരത്തെ റീഡ് സിഗ്നൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റൈറ്റ് സിഗ്നൽസ് എന്തിനു വേണ്ടിയിട്ടാണ്, മെമ്മറി റൈറ്റ് ഓപ്പറേഷനും ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ടും. അതായത് നേരത്തെ റീഡ് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് റീഡ് പിന്നിന്റെ ഇത്, മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്യാം. അതുപോലെ തന്നെയാണ് WR പിന്നും, അതായത് മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് റൈറ്റ് ചെയ്യാം. അതാണ് WR പിന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് M ബാർ IO പിൻ. M ബാർ IO പിൻ. ഓക്കെ, ഇത് മെമ്മറിയാണ്, ഇത് ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നാണ്. അതായത് ഈ പിന്നില് ഇത് രണ്ടും ഏതെങ്കിലും ഒന്ന് മാത്രം ഒരു സമയത്ത് ആക്റ്റീവ് ആവും. ആക്റ്റീവ് ലോ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് ലോ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ CPU എന്താ പെർഫോം ചെയ്യുന്നുണ്ടാവുക, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നുണ്ടാവുക. ആക്റ്റീവ് ഹൈ ആണെങ്കിൽ എന്താണ്, മെമ്മറി ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, M ബാർ IO എന്ന് പറയുന്നത് ആക്റ്റീവ് ഹൈ ആണെങ്കിൽ മെമ്മറി ഓപ്പറേഷൻ, ആക്റ്റീവ് ലോ ആണെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. അതെന്തും ആവാം ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ, ചിലപ്പോൾ റീഡ് ആയിരിക്കാം, റൈറ്റ് ആയിരിക്കാം. അതുപോലെ മെമ്മറി ഹൈ ആണെങ്കിൽ എന്താണ്, CPU മെമ്മറിയുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതെന്തായിരിക്കാം, റീഡ് ചെയ്യുന്നതായിരിക്കാം മെമ്മറിയിൽ നിന്ന്, അല്ലെങ്കിൽ മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യുന്നതായിരിക്കാം, അതെന്തും ആയിരിക്കാം. ഓക്കെ, ഇനി ഈ പിന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും റൈറ്റ് ഓപ്പറേഷനും വരുന്നത്. ചിലപ്പോൾ മെമ്മറി ആക്റ്റീവ് ലോ ആണെങ്കിൽ, റൈറ്റ് ആണെങ്കിൽ എന്താണ്, മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യാം. ഇനി ഈ പിന്നെ ആക്റ്റീവ് ലോ ആണെങ്കിൽ CPU ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോഴെന്താണ്, ചിലപ്പോൾ മെമ്മറി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് റൈറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻസ് ആയിരിക്കും പെർഫോം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇത് ഇത്ര മാത്രമേ ആലോചിക്കേണ്ടൂ. മെമ്മറി ബാർ IO പിന്നെ യൂസ് ചെയ്യുന്നത് CPU ഹൈ ആണെങ്കിൽ, ആ പിന്നെ ഹൈ ആണെങ്കിൽ മെമ്മറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ലോ ആണെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അത്ര മാത്രമേ ആ ഒരു പിന്നിന്റെ മീനിങ് ഉള്ളൂ. അത്ര മാത്രമേ നിങ്ങൾ പഠിക്കേണ്ടൂ, അതേ എഴുതണ്ടൂ. ഓക്കെ, WR പിന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, റൈറ്റ് ഓപ്പറേഷൻ ആണ്. അത് മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് റൈറ്റ് ചെയ്യാം. ഇനി അടുത്തതുള്ളത് INTA, ഇൻറപ്റ്റ് അക്നോളജ് പിന്നാണ്. ഇൻറപ്റ്റ് അക്നോളജ്മെന്റ് പിൻ. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു ഡിവൈസ് ഇൻറപ്റ്റ് ചിലപ്പോൾ പിന്നെ, അതായത് പ്രൊസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇൻറപ്റ്റ് വരാം. അതായത് മാസ്കബിൾ ആയിട്ടുള്ള ഇൻറപ്റ്റ് വരാം, നോൺ മാസ്കബിൾ ആയിട്ടുള്ള ഇൻറപ്റ്റ് വരാം. ഓക്കെ, ഇനിയിപ്പോൾ ഇൻറപ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രൊസസ്സർ ഇപ്പോൾ ഒരു പെരിഫറൽസ് നിന്നാണ് ഇൻറപ്റ്റ് വന്നതെങ്കിൽ, ചിലപ്പോൾ ആ പെരിഫറൽസിലെ ഇൻറപ്റ്റിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. ഇനിയിപ്പോൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അക്നോളജ്മെന്റ് തിരിച്ചു കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്, പിന്നെ INTA.
അപ്പോൾ എന്താണ് ആക്സെപ്റ്റ് ചെയ്തെങ്കിൽ അത് എന്ത് ചെയ്യും, ആ ഒരു എക്നോളജ്മെന്റ് ആ ഒരു പെരിഫറൽസിന് തിരിച്ചയക്കും. അങ്ങനെയാണെങ്കിൽ ആ പെരിഫറൽസിന് മനസ്സിലായി. കാരണം എന്താണ്, ഒരുപാട് പ്രോസസ്സർ ഒരുപാട് സംഭവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും CPU ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് എക്സ്റ്റേണലി ഉള്ള ഒരുപാട് പ്രോസസ്സർ അല്ലെങ്കിൽ എക്സ്റ്റേണലി ഉള്ള ഒരുപാട് പെരിഫറൽസ്. ഇപ്പോൾ എന്താണ് ഫോർ എക്സാമ്പിൾ കീബോർഡും, എക്സാമ്പിൾ പറയണം കേട്ടോ, കീബോർഡ് അല്ലെങ്കിൽ എന്താണ് പ്രിന്റർ ഒക്കെ വെയിറ്റ് ചെയ്യാണ് CPU ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇപ്പോൾ ഒരേ സമയത്ത് എന്തേ പറ്റും, ഒന്നുകിൽ പ്രിന്റിങ് അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ സ്കാനറും പ്രിന്ററും ആണെങ്കിൽ അറ്റ് എ ടൈം രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യൂ? ഇല്ല, ഏതെങ്കിലും ഒന്ന് മാത്രമേ വർക്ക് ചെയ്യൂ. ഇപ്പൊ സ്കാനറും പ്രിന്ററിന്റെയും ഓപ്ഷൻ നിങ്ങൾ ഒരേ സമയത്ത് കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രമല്ലേ വർക്ക് ചെയ്യും. ഇപ്പൊ സപ്പോസ് സ്കാനറിനാണ് ആ ഒരു എന്താണ് CPU ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടിയതെങ്കിൽ തിരിച്ചൊരു അക്നോളജ്മെന്റ് സ്കാനറിന് കൊടുക്കും. അതായത് അപ്പൊ സ്കാനറിന് മനസ്സിലാവും CPU ആയിട്ട് എന്താണ് കമ്മ്യൂണിക്കേഷൻ കിട്ടി എന്നുള്ള കാര്യം. അതൊരു അക്നോളജ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതായത് അറ്റ് എ ടൈം ഒന്ന് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂ. അതായത് മിനിമം മോഡിൽ ഒരു പ്രോസസ്സർ മാത്രമേ അറ്റ് എ ടൈം വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ പെരിഫറൽ ഡിവൈസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് കൂടുതൽ എക്സ്റ്റേണൽ ഡിവൈസസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഏതെങ്കിലും ഒന്നിന്റെ റിക്വസ്റ്റ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യൂ. ഓക്കെ, അതാണ് ഞാൻ പ്രിന്ററും സ്കാനറും പറഞ്ഞത്. രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യില്ല. പ്രിന്ററിന്റെ ആണെങ്കിൽ പ്രിന്ററിന് തിരിച്ചെന്ത് ചെയ്യും, ഒരു അക്നോളജ്മെന്റ് കൊടുക്കും. അത് തിരിച്ച് ഇന്ററപ്റ്റ് വന്നതിന് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടി ഒരു അക്നോളജ്മെന്റ്. നിങ്ങൾ കത്തയക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ എന്താണ് പിന്നെന്താണ് സ്പീഡ് പോസ്റ്റ് ഒക്കെ അയക്കുമ്പോൾ അക്നോളജ്മെന്റ് വരുന്നില്ലേ, അവിടെ എത്തി എന്നുള്ളതിന് ഒരു അക്നോളജ്മെന്റ്. അതുപോലെ ഇന്ന പെരിഫറൽസിന്റെ സാധനമാണ് ആക്സെപ്റ്റ് ചെയ്തതെന്ന് ഇതിനെ അറിയിക്കാൻ വേണ്ടി ഒരു അക്നോളജ്മെന്റ് തിരിച്ചയക്കും. അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ALE അഡ്രസ് ലാച്ച് ഇനാബിൾ. ഇതൊക്കെ മിനിമം മോഡിലെ പിന്നുകളാണ്. ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ മിനിമം മോഡിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അഡ്രസ് ലാച്ച് ഇനാബിൾ ഇതൊന്നുമില്ല. അഡ്രസ് ലാച്ച് ഇനാബിൾ പിന്നെ ഹൈ ആണെങ്കിൽ മീൻ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു കോമൺ ബസ്സാണ് യൂസ് ചെയ്യുന്നത്. ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടും അഡ്രസ്സിന് വേണ്ടിയിട്ടും 8086 കോമൺ ബസ്സസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ബസ് കൂടെ എന്താണ് അഡ്രസ് ഇൻഫോർമേഷനും പാസ് ചെയ്യും, ഡാറ്റ ഇൻഫോർമേഷനും പാസ് ചെയ്യും. അഡ്രസ് ലാച്ച് ഇനാബിൾ പിന്നെ ഹൈ ആണെങ്കിൽ അതെന്താ മീൻ ചെയ്യുന്നത്, അഡ്രസ് ആ ബസ്സിൽ കൂടെ എന്താണ് പാസ് ചെയ്യുന്നത്, വാലിഡ് അഡ്രസ് ആയിരിക്കും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ബസ്സിൽ കൂടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡാറ്റ ഇനാബിൾ പിൻ. അഡ്രസ് ലാച്ച് ഇനാബിൾ ആണെങ്കിൽ ALE പിന്നെ ഹൈ ആണെങ്കിൽ ആ ബസ്സിൽ കൂടെ അഡ്രസ് ഇൻഫോർമേഷൻ ആണ് പാസ് ചെയ്യുന്നത്. DEN ഡാറ്റ ഇനാബിൾ പിൻ ആണെങ്കിൽ എന്താണ് പാസ് ചെയ്യുന്നത്, ആ അഡ്രസ് ബാർ ഡാറ്റ ബസ്സിൽ കൂടെ അഡ്രസ് ഇൻഫോർമേഷൻ ആണ് പാസ് ചെയ്യുന്നത്. അതായത് ഡാറ്റയാണ് പാസ് ചെയ്യുന്നത്. ഡാറ്റയാണ് അത് കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത്ര മാത്രമേ ആ പിന്നിനെ പറ്റി എഴുതാനുള്ളൂ. അത് കൂടുതലൊന്നും എഴുതണ്ട. ഇനി അടുത്തത് DT bar R bar signals. Data transmit bar receive signal. Data transmit bar receive signal. ഇത് നമുക്ക് എഴുതാൻ പറ്റും. ഇത് ആക്റ്റീവ് ഹൈ ആണ്, ഇതിൽ ആക്റ്റീവ് ലോ ആണ്. DT bar R1 ആണെങ്കിൽ മീൻ ചെയ്യുന്നത് എന്താണ്, പ്രോസസ്സർ ഡാറ്റ സെൻഡ് ചെയ്യാണ്, ഡാറ്റ ട്രാൻസ്മിറ്റ് സിഗ്നൽ ആയിരിക്കും ആക്റ്റീവ്. ഇനി DT bar R0 ആണെങ്കിൽ എന്താണ്, പ്രോസസ്സർ റിസീവ് ദ ഡാറ്റ. അപ്പോൾ R എന്ന് പറയുന്ന സിഗ്നൽ ആയിരിക്കും ആക്റ്റീവ് ആയിട്ടുണ്ടാവും. അപ്പോൾ റിസീവ് ചെയ്യുന്ന പ്രോസസ്സിംഗ് ആണ് പ്രോസസ്സർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, DT bar R bar ആണെങ്കിൽ ഹൈ ആണെങ്കിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. DT bar R ലോ ആണെങ്കിൽ ഡാറ്റ റിസീവ് ചെയ്യുന്ന പ്രോസസ്സിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും, ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. ഇതിനു വേണ്ടി ALE ആണെങ്കിൽ ബസ്സിൽ കൂടെ പോകുന്ന ഇൻഫർമേഷൻ അഡ്രസ് ഇൻഫർമേഷൻ ആണ്. DN ആണെങ്കിൽ ഡാറ്റ ഇനാബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ബസ് കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഡാറ്റയാണ്. DT bar R സിഗ്നൽസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് ഹൈ ആണെങ്കിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് നടക്കുന്നത്, ലോ ആണെങ്കിൽ ഡാറ്റ റിസീവ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് നടക്കുന്നത്. ഇനി അടുത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ എന്താണ് കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് ഇതുള്ളൊരു വലിയ സംഭവം എന്നല്ല, സിമ്പിൾ ആണ്. ഹോൾഡ് ബാർ HLDA സിഗ്നൽ, ഹോൾഡ് അക്നോളജ്മെന്റ് സിഗ്നൽസ്. അതാണ് HOLD എന്ന് പറയുന്നത് ഹോൾഡ് സിഗ്നൽ, HLDA എന്ന് പറയുന്നത് ഹോൾഡ് അക്നോളജ്മെന്റ് സിഗ്നൽസ്. അതായത് ഇപ്പോൾ നമ്മുടെ പ്രോസസ്സറിന്റെ 8086 പ്രോസസ്സറിന്റെ ഇന്റേണൽ ബസ്സസ് ഉണ്ട്. ഇന്റേണൽ ബസ് എന്ന് പറയുന്നത് എന്താണ്, ആ കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ആണ്. അതായത് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുന്ന ഇന്റേണൽ ബസ്.
ഇതൊക്കെ 8086-ലുള്ളതാണ്. ഓക്കെ, ഇനി എക്സ്റ്റേണലി ഏതെങ്കിലും ഒരു ഡിവൈസസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെരിഫറൽ ഡിവൈസസ് ഈ ഒരു മാസ്റ്റർ കൺട്രോൾ, അതായത് 8086-ന്റെ കൂടെ ഏതെങ്കിലും ഒരു ഡിവൈസിന് വർക്ക് ചെയ്യണമെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു പെരിഫറൽ ഡിവൈസ് ഇന്റേണൽ ബസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നതിനെയാണ് ഹോൾഡ് സിഗ്നൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹോൾഡ് സിഗ്നൽസ് ഹൈ ആണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8086-ന്റെ ഇന്റേണൽ ബസ്സസിന് വേണ്ടിയിട്ട്, ഇന്റേണൽ ബസ് എന്ന് വെച്ചാൽ കണക്ഷൻ ലൈൻസിന് വേണ്ടിയിട്ട് ആരോ ഒരാൾ റിക്വസ്റ്റ് തന്നിട്ടുണ്ട്. അതായത് 8086-ന്റെ ഇന്റേണൽ ബസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതോ ഒരു പെരിഫറൽ ഡിവൈസസ് ഒരു റിക്വസ്റ്റ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, 8086-ലേക്ക് വന്നിട്ടുണ്ട്. 8086-ന്റെ ഹോൾഡ് പിന്നെ ആക്റ്റീവ് ആണെങ്കിൽ മീൻ ചെയ്യുന്നത് ഏതോ ഒരു പെരിഫറൽ ഡിവൈസ് എന്തിനു വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്, 8086-ന്റെ ഇന്റേണൽ ബസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഹോൾഡ് സിഗ്നൽസ് ആക്റ്റീവ് ആണെങ്കിൽ അത് മീൻ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഡിവൈസ് ആയിരിക്കാം അത് ചോദിച്ചിട്ടുണ്ടാവുക, ചിലപ്പം ഒന്ന് കൂടുതൽ ഡിവൈസ് ആയിരിക്കാം ചോദിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇത് ആക്റ്റീവ് ഹൈ ആണെങ്കിൽ മീൻ ചെയ്യുന്നത് ഏതോ ഒരു പെരിഫറൽസ് ഇന്റേണൽ ബസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അങ്ങനെ റിക്വസ്റ്റ് വന്നിട്ട് ഉണ്ടെങ്കിൽ ഇനി 8086 അത് ആക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ തിരിച്ച് എന്ത് കൊടുക്കും, ഒരു ഹോൾഡ് അക്നോളജ്മെന്റ് തിരിച്ചയക്കും ആ എക്സ്റ്റേണൽ ഡിവൈസിൽ. ആക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് ചെയ്തു എന്നറിയിക്കാൻ വേണ്ട ഒരു ഹോൾഡ് അക്നോളജ്മെന്റ് തിരിച്ചയക്കും. അത് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഇത്ര മാത്രമേ പറയേണ്ടൂ. ഹോൾഡ് സിഗ്നൽസ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസ്, പെരിഫറൽ ഡിവൈസ് ഇന്റേണലി ഉള്ള ബസ് ആക്സസിന് വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ HLDA ഒരു ഹോൾഡ് അക്നോളജ്മെന്റ് തിരിച്ചയക്കും. അങ്ങനെയാണെങ്കിൽ ഹോൾഡ് സിഗ്നൽസ് ആക്റ്റീവ് ആയി ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, ഏതോ ഒരു പെരിഫറൽ ഡിവൈസ് ഒരു റിക്വസ്റ്റും കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി HLDA സിഗ്നൽസ് ഹൈ ആണെങ്കിൽ എന്താണ്, ആ വന്നിരിക്കുന്ന പെരിഫറൽ ഡിവൈസിന് നമ്മൾ എക്സ്റ്റേണൽ, അതായത് 8086-ന്റെ ഇന്റേണൽ ബസ്സിന്റെ ആക്സസ് കൊടുത്തു എന്നാണ് അത് മീൻ ചെയ്യുന്നത്. അതിനെ അക്നോളജ് ചെയ്തു, അതായത് നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ള ഒരു ഇത് തിരിച്ചു കൊടുത്തു. ഓക്കെ, ഹോൾഡ് സിഗ്നൽസും HLDA സിഗ്നൽസും ജസ്റ്റ് ഒന്ന് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട, ഇത്രമാത്രം പറഞ്ഞാൽ മതി. എക്സ്റ്റേണലി ഒരു പെരിഫറൽ ഡിവൈസസ് ഇന്റേണൽ ബസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് കൊണ്ടുവരുന്നതിനാണ് ഹോൾഡ് സിഗ്നൽസ് ആക്റ്റീവ് ആവുന്നത്. ഇനി അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്നോളജ്മെന്റ് അയക്കും. ഇതാണ് ഹോൾഡും HLDA സിഗ്നൽസും. ഇനി ഇത്രയും ഓപ്പറേഷൻസ് ആണ് മിനിമം മോഡിൽ നമ്മൾ പറയാനുള്ളത്. MBAR-IO, റൈറ്റ്, ഇന്ററപ്റ്റ് അക്നോളജ്മെന്റ്, അഡ്രസ് ലാച്ച് ഇനേബിൾ, DT-BAR-R, ഡാറ്റ ഇനേബിൾ, ഹോൾഡ് ആൻഡ് HLDA. ചിലപ്പോൾ മിനിമം മോഡിനെ പറ്റി മാത്രമായിരിക്കും ചിലപ്പോൾ എഴുതാൻ പറയുന്നുണ്ട്, അതൊരു 5 മാർക്കിനൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ മാക്സിമം മോഡ് സിഗ്നൽസിനെ പറ്റി മാത്രമായിരിക്കും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒരു 8 മാർക്കിനൊക്കെ ചോദിക്കും. ഇനി അടുത്തത് മാക്സിമം മോഡിലെ ഓപ്പറേഷൻസ് ആണ്. മാക്സിമം മോഡിലെ സിഗ്നൽ ഡിസ്ക്രിപ്ഷൻ ആണെങ്കിൽ അതിൽ നിങ്ങൾ പിന്ന് കണ്ടിട്ടുണ്ടോ, പിന്ന് കാണാം. ഇതിൽ S0, S1, S2 എന്ന് പറയുന്ന പിന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഹോൾഡ്, HLDA, റൈറ്റ്, MBAR-IO, DT-BAR, ഇനേബിൾ, ഇതൊക്കെ നമ്മൾ മിനിമം മോഡിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി അടുത്തത് മാക്സിമം മോഡിലുള്ള പിന്നാണ്. S0, S1, S2 ഉള്ള പിന്ന് കാണുന്നുണ്ട്, ലോക്ക് പിന്ന്. ഇതൊക്കെ ഇനി ഇതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. വേഗം പറഞ്ഞു കഴിയും. മാക്സിമം മോഡിൽ S0, S1, S2 എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ലൈൻസ് ആണ്. ഓക്കെ, ഇത് ഒരുമിച്ചാണ് യൂസ് ചെയ്യുന്നത്. 0, 0, 0 ആണെങ്കിൽ ആ 3 പിന്നും 0 ആണെങ്കിൽ ഇന്ററപ്റ്റ് അക്നോളജ്മെന്റ് ആയിരിക്കും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ഇന്ററപ്റ്റ് വന്നതിന് അത് അക്നോളജ് ചെയ്യുന്നത്, നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 001 ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 001 ആണെങ്കിൽ റീഡ് ഇൻപുട്ട് പോർട്ട്, IO പോർട്ട് റീഡ് ഓപ്പറേഷനാണ്. അതൊക്കെ എന്താന്ന് പറയാം, റീഡ് IO പോർട്ടാണ്. 010 ആണെങ്കിൽ റൈറ്റ് IO പോർട്ട്. 011 ഹോൾഡ് ആണ്, അതായത് സ്റ്റോപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. 100 ആണെങ്കിൽ കോഡ് ആക്സസ്, അതായത് കോഡ് ആക്സസ് മീൻസ് ഇൻസ്ട്രക്ഷൻ ആക്സസ് ആണ്. ഇൻസ്ട്രക്ഷനെ ആക്സസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ആ സിഗ്നൽസ്. 100 ആണെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 101 ആണെങ്കിൽ റീഡ് മെമ്മറി. 110 ആണെങ്കിൽ മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. 11 ആണെങ്കിൽ അത് പാസീവ് മോഡിലാണ്. ഓക്കെ, അതായത് ഈ സിഗ്നൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റീഡ് ഓപ്പറേഷൻ, റൈറ്റ് ഓപ്പറേഷൻ, ഇൻസ്ട്രക്ഷന്റെ ആക്സസ് ചെയ്യുന്നത് ഓപ്പറേഷൻ, പിന്നെന്താണ്
ഇന്ററപ്റ്റ് അക്നോളജ്മെന്റിനെ നോട്ടിഫൈ ചെയ്യുന്നത് മാക്സിമം മോഡിൽ, പിന്നെ എന്താണ് പാസീവ് മോഡ്, പിന്നെ ഹോൾട്ട്. ഇത്രയും സിഗ്നൽസ് ആണ് ഇതിൽ വരുന്നത്. സ്റ്റാറ്റസ് ലൈൻസ് ആണ്, അതായത് 8086 മാക്സിമം മോഡിലുള്ള സ്റ്റാറ്റസുകൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാറ്റസ് ലൈനും. S2 S1 S0 അത് 8 ഓപ്പറേഷൻസ് വരുന്നുണ്ട്. ഇന്ററപ്റ്റ് അക്നോളജ്മെന്റ്, റീഡ് ഇൻപുട്ട് പോർട്ട്, റൈറ്റ്, ഹോൾട്ട്, മെമ്മറി ആക്സസ്, മെമ്മറി റീഡ്, റൈറ്റ് മെമ്മറി, കോഡ് ആക്സസ്, പാസീവ് മോഡ്. ഇതൊക്കെ ഇതുപോലെ തന്നെ ജസ്റ്റ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കുന്നത്. ഓരോ സിഗ്നൽസ് വരും, ഇന്ററപ്റ്റ് അക്നോളജ്മെന്റ് സിഗ്നൽസ് ആയിരിക്കും. ആ സമയത്ത് 00 ആണെങ്കിൽ, ആ 3 പിന്നും 00 ആണെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ററപ്റ്റ് അക്നോളജ്മെന്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. മറ്റേതാണെങ്കിൽ 001 ആണെങ്കിൽ ഇൻപുട്ട് IO പോർട്ട് റീഡ് ചെയ്യുന്ന ഓപ്പറേഷൻ ആണ്. 010 ആണെങ്കിൽ റൈറ്റ് ചെയ്യുന്ന ഇൻപുട്ട് ഔട്ട്പുട്ടിലോട്ട് റൈറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. ഇനി അടുത്തത് കഴിഞ്ഞു. ലോക്ക് എന്ന് പറയുന്ന പിൻ. ലോക്ക് പിന്നെ യൂസ് ചെയ്യുന്ന സെയിം നേരത്തെ ഹോൾഡ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്താണ് ലോക്ക് സിഗ്നൽസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ എന്താ, ഒന്ന് കൂടുതൽ പ്രൊസസ്സർ നമ്മുടെ ഈ ഇന്റേണൽ ബസ്സിന് വേണ്ടി ആക്സസ്, ഇപ്പോൾ മാക്സിമം മോഡിലാണെങ്കിൽ ഒരുപാട് പ്രൊസസ്സർ എന്താണ്, അല്ലെങ്കിൽ ഒരുപാട് പെരിഫറൽസ്, നമ്മൾ പെരിഫറൽ ഡിവൈസസ്, എക്സ്റ്റേണൽ ഡിവൈസസ് നമ്മൾ 8086 ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടോ? ഓക്കെ, സിസ്റ്റം ബസ് എന്ന് പറയുന്നത് ഇന്റേണൽ ബസ് ആണ്. ആ സിസ്റ്റം ബസ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടോ? ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു പെരിഫറൽ ഡിവൈസസിന് ആ ആക്സസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റതിൽ HLDA സിഗ്നൽസ് ആണ് തിരിച്ചയക്കുന്നത്, ഹോൾഡ് അക്നോളജ്മെന്റ് സിഗ്നൽസ് തിരിച്ചയക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എന്താണ്, ലോക്ക് സിഗ്നൽസ് ലോ ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? വേറെ ഒരു പെരിഫറൽ ഡിവൈസസും ഇനി എന്താ ചെയ്യാൻ പറ്റില്ല, കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഓൾറെഡി ഒരു പെരിഫറൽ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ളതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ലോക്ക് സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. ലോക്ക് സിഗ്നൽസ് ആക്റ്റീവ് ഹൈ ആണെങ്കിൽ ഇപ്പൊ എന്താണ്, ഒരു പെരിഫറൽ ഡിവൈസസും 8086 ആയിട്ട് കണക്ട് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ആർക്കെങ്കിലും കണക്ട് ചെയ്യാം. ലോക്ക് സിഗ്നൽസ് ലോ ആണെങ്കിൽ ഇനി വേറൊരാൾക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി വേറെ ഒരാൾ കണക്ട് ചെയ്തിട്ടുണ്ട്, ഏതോ ഒരു എക്സ്റ്റേണൽ പെരിഫറൽ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ലോക്ക് സിഗ്നൽസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ലോക്ക് 0 ആണെങ്കിൽ അതർ പെരിഫറൽ ഡിവൈസസിനൊന്നും എക്സ്റ്റേണൽ നമ്മുടെ സിസ്റ്റം ബസ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ലോ ആണെങ്കിൽ അതർ പെരിഫറൽ ഡിവൈസസിന് സിസ്റ്റം ബസ്സിനെ ആക്സസ് ചെയ്യാം. ഇതിപ്പോൾ ഫ്രീ ആയി കിടക്കുകയാണ്. ഇനി അതുപോലെ ലാസ്റ്റ് ഒരു സാധനമാണ് ഈ ഒരു സാധനം. ഇതിന്റെ താഴെയുള്ള സാധനങ്ങളൊന്നും നോക്കണ്ട. റിക്വസ്റ്റ് ഗ്രാൻഡിന്റെ ഈ ഒരു ഇത് മാത്രമേ ഇനി പഠിക്കാനുള്ളൂ. മറ്റേ ക്യൂ സ്റ്റാറ്റസ് ഇതും കൂടെ ജസ്റ്റ് പറയാം, 2 മിനിറ്റ് കൂടെ ഉണ്ട്. അതായത് ക്യൂ സ്റ്റാറ്റസ്, ഇൻസ്ട്രക്ഷൻ ക്യൂ ഉണ്ടല്ലോ 8086. ഓക്കെ, 8086 ഇൻസ്ട്രക്ഷൻ ക്യൂ ഉണ്ട്. അപ്പൊ ആ ക്യൂവിന്റെ സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് QS1 ഉം QS0 പിന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, QS1 QS0 00 ആണെങ്കിൽ ഒരു ഓപ്പറേഷനും അവിടെ പെർഫോം ചെയ്യുന്നില്ല. ക്യൂന്ന് ഒരു ഓപ്പറേഷനും പെർഫോം ചെയ്യുന്നില്ല. 01 ആണെങ്കിൽ ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഓപ്പ് കോഡ് ഫ്രം ക്യൂ. ഇപ്പൊ ഇത് കുറച്ച് പഠിക്കാനുള്ളതാണ്. ഇത് മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കാം. അതായത് 10 ആണെങ്കിൽ empty ക്യൂ ആണ്. അതായത് 00 ആണെങ്കിൽ ആ ക്യൂവിൽ ഒരു ഓപ്പറേഷനും ചെയ്യുന്നില്ല. 10 ആണെങ്കിൽ ക്യൂ empty ആണെന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആ ഇൻസ്ട്രക്ഷൻ ക്യൂ empty ആണ്. ഇനി 01 ആണെങ്കിൽ ഫസ്റ്റ് ബൈറ്റ്, അതായത് ഒരു ഇൻസ്ട്രക്ഷന്റെ ഫസ്റ്റ് ഓപ്പ് കോഡും ഓപ്പറാൻഡും ഒക്കെ ഇനി പറയാൻ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പഠിച്ചണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓപ്പ് കോഡിന്റെ ഫസ്റ്റ് ബൈറ്റ് ക്യൂന്ന് നമ്മൾ ആക്സസ് ചെയ്യും. ഓക്കെ, 01 ആണെങ്കിൽ അതാണ് മീൻ ചെയ്യുന്നത്. ഫസ്റ്റ് ബൈറ്റ് ആക്സസിങ് ആണ് നടക്കുന്നത് 01 ആണെങ്കിൽ. 11 ആണെങ്കിൽ ഫസ്റ്റ് ബൈറ്റ് കഴിഞ്ഞ് ഇനി അടുത്ത സബ്സീക്വന്റ് ബൈറ്റ് ആണ് ആക്സസ് ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് 11 ആണെങ്കിൽ നടക്കുന്നത്. ഓക്കെ, 00 ആണെങ്കിൽ ആ ക്യൂവിൽ ഒരു ഓപ്പറേഷൻ നടക്കുന്നില്ല. 10 ആണെങ്കിൽ ആ ക്യൂ empty ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 01 ആണെങ്കിൽ ഓപ്പ് കോഡിന്റെ ഫസ്റ്റ് ബൈറ്റ് ആക്സസിങ് ആണ് നടക്കുന്നത്. 11 ആണെങ്കിൽ ഓൾറെഡി ഫസ്റ്റ് ബൈറ്റ് കഴിഞ്ഞ് ബാക്കിയുള്ള സബ്സീക്വന്റ് ബൈറ്റ് ആക്സസ് ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. അതാണ് QS1 ഉം QS0 ക്യൂ സ്റ്റാറ്റസ്. ഇനി അടുത്തൊരു ഇതെന്ന് വെച്ചാൽ RQ ആണ്, ലാസ്റ്റ് പിന്നാണ്. ഈ സാധനം ഞാൻ ജസ്റ്റ് എടുക്കുന്നില്ല, അത് നിങ്ങൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ